ചേച്ചി റെഡിയായോ? റെഡി ഞാൻ പോയിക്കായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ മൊടവിഷു ആണ്. വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് മൊടവിഷു എന്ന് പറയുന്നത്. ഇവിടെ പൊതുവെ എല്ലാവരും റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് കൈ നിറച്ച് പടകൊക്കെ ആയിട്ട് പോകുന്ന ദിവസമാണ് കേട്ടോ വിഷു കഴിഞ്ഞ അടുത്ത ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങള് എന്റെ അച്ഛന്റെ സൈഡിലെ എന്റെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ സിംഗിൾ ആയിട്ട് ഓരോരോ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ കസിൻ ബ്രദർ നാട്ടിൽ വന്നിട്ടുണ്ട്. ചേട്ടന്റെ വകയാണ് ട്രീറ്റ്. അപ്പൊ ഒരു ഹോട്ടലിൽ ഒരു ഹാള് നമ്മൾ ബുക്ക് ചെയ്തിട്ട് എല്ലാരും കൂടെ അവിടെ കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇരിക്കാന്ന് കരുതി. അപ്പൊ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ അവിടെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ ഏകദേശം മാച്ചുള്ള പൂവൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുപ്പിവള ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷം കാണാം. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പേര് വുഡീസ് എന്നാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. നല്ല അടിപൊളി ഹാളുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റും പിന്നെ റൂംസൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു. അത് കഴിച്ചു. ടയേർഡൊന്നും ആയിട്ടില്ല. ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരത്തേക്കേ ഉള്ളൂ ആ ഹോട്ടൽ. പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മുല്ലപ്പൂവൊക്കെ ഒക്കെ വേണോ? ചോർന്നിട്ട് ഊരാ. മുല്ലപ്പൂ വേണോ? ഈ ഡ്രസ്സിന് ആരടി മുല്ലപ്പൂ ഇടുക? ഞാനല്ലേ, എനിക്കറിയാം ചേരൂലെന്നില്ല. പിന്നെ നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. അല്ല ഞാൻ ചേച്ചി എനിക്ക് എടുത്തു. ആത്മികയുടെ സിൻഡ്രല്ല ഡ്രസ്സിൻ്റെ കൂടെ മുല്ലപ്പൂ വെച്ച് കൊടുത്തതിൻ്റെ പരാതി കേട്ടോ ഒന്നും നിങ്ങളിപ്പോൾ അവിടെ കേട്ടത്. എനിക്കറിയായിരുന്നു ആ ഡ്രസ്സിൻ്റെ കൂടെ മുല്ലപ്പൂ തീരെ ചേരില്ലാന്ന്. പക്ഷെ ഞാൻ വെക്കുമ്പോൾ അവൾക്ക് സങ്കടം ഉണ്ടോയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിൻ്റെ ഹാളിലേക്ക് പോവാണ്.
ഹാളിലേക്കില്ല, റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ വലിയൊരു സീറ്റാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോർണറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോർണർ സെലക്ട് ചെയ്തതാണ്. അമ്മ അവിടെ ഇരുന്നോ? സെല്ലാഡിനെ എടുത്തിട്ടോ? ഒന്ന് ഫ്രണ്ടിലേക്ക് ഇരുന്നിട്ട് കളർ കാണിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കത്തി വെച്ചതിന് ശേഷം ആ ഹോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനങ്ങ് വന്നിട്ടുണ്ട്. ഇത് ബുഫേ സെക്ഷനാണ്. അവിടെ അടുപ്പൊക്കെ കണ്ടോ, പിന്നെ ഇൻഡക്ഷനിലാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. അപ്പം തന്നെ നല്ല ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. നമ്മൾ ബുഫേ അല്ല കേട്ടോ സെലക്ട് ചെയ്ത്. അങ്ങനെ കൈയൊക്കെ കഴുകി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് നേരം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് ഫണ്ണായിട്ട് എന്തെങ്കിലും അന്താക്ഷരി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മുല്ലപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് കിട്ടിയ അരളിപ്പൂവാണ് കേട്ടോ. അരളി തുളസിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എൻ്റെ പൂ കണ്ടോ നിങ്ങളെല്ലാവരും ഗൈസ്? തുളസിക്കാതൊരു പാട്ട് പാടുവോ? തുളസിക്കാതൊരു പാട്ട് ആത്മിക ചേച്ചി കൂടെ കൂടും. ഈ ഹെയർ സ്പെഷ്യാലിറ്റി എന്താ? എന്തിന്റെ മാലേന്റെ സ്പെഷ്യാലിറ്റി മാല മണിയാന്റിക്ക് ഒരു ക്രേസ്. ഏത് കളർ വേണ്ടാലും വാങ്ങി വെക്കും. എന്നിട്ട് പിന്നെ ആ ഡ്രസ്സ് പിന്നെ കിട്ടും. മാലകളൊക്കെ ഓൾറെഡി സ്റ്റോക്ക് ചെയ്യും. അതിനനുസരിച്ച് എപ്പോഴെങ്കിലും ഡ്രസ്സ് കിട്ടും അന്നേരം. ഒരിക്കലും ഇടാത്ത ഡ്രസ് മാലകൾ വരെ വീട്ടിലുണ്ട്. കാരണം ഡ്രസ്സ് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അത്ര സ്റ്റൈലിഷ് ആയിരുന്നു. ഈ മാലേന്റെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അമ്മേന്റെ മാല അടിച്ചു മാറ്റിട്ടോ. ഓ മൈ ഗോഡ്. പോണോരേ കാണാൻ പൊന്നിന് പോണോരേ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും വരും. വാ സെക്കൻഡ് വാ വാ മനോരഞ്ജിനി സുരാഗിനി സൂപ്പർ സുരസുന്ദരി നളകഥയിലെ ദമയന്തിയോ പാട്ടോ ഒരു പാട്ടിന്റെ പകുതിയാണ്. ദും തനക്കിന് ദില്ല 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 ദും തനക്കിന് ദില്ല. അപ്പൊ കണ്ടടി പെണ്ണെ പെണ്ണെ
പാതിരാക്കിൻ നൊമ്പരം ഞങ്ങളിൽ കണ്ണുനീരില്ല. പൂക്കാലം ബർത്ത്ഡേ ഗേൾ പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കൂടിയിലെ മാണിക്യപ്പൈങ്കിളി മാനം പാടിയ സ്നേഹിച്ചു സാറേ സാറേ സാമ്പാർ സാറി കാക്ക വിളമ്പി ഉപ്പേരി, പൂച്ച വിളമ്പി പുളിശ്ശേരി, നക്കില നീട്ടി അയ്യോ അതെനിക്കറിയില്ല. നല്ല ഇഷ്ടമാണ് ചം നീ കാണാതെ കാണുന്ന നേരം ഈ പൂവാകെ പൂക്കുന്ന ഗന്ധം. ഒരുങ്ങി ഓമലാലെ കണ്ടു ഞാൻ പൂങ്കിനാവിലെ താരകങ്ങൾ ബാക്കി കൂടെ പാടി വേണ്ടെങ്കിൽ അറിയാം. നന്ദലാല നന്ദലാല നിന്റെ ലീല ആരില്ലോ നിന്റെ അന്നരാല ആരും കാണാതെ പയ്യനെ കറന്നു വെച്ചു പാൽക്കുടം വെച്ചു വെച്ചു പാലായി തിങ്കളായി കൃഷ്ണഗാഥ കൃഷ്ണഗാഥ രാക്കുയിൽ പാടി ഞാനിന്റെ ശോകം ഞാൻ കേൾക്കില്ല. രാക്കുയിൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദവേള തെത്തും വെള്ളം മഴവെള്ളം മഴക്കും വെള്ളം മഴവെള്ളം മഴവെള്ളം വാ ചന്ദനക്കിണ്ണം
കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കുളിച്ചു കഴിഞ്ഞ് അച്ചക്കിളി പോകും നേരം ഒരുക്കാൻ വാ വാ വാർമുകിലേ വാനുനീ വന്നു നിന്ന ഓർമ്മകളിൽ ശ്യാമവർണ്ണം ചൂടും പഴയ അല്ലെങ്കിൽ വൈശാഖ സന്ധ്യ അങ്ങോട്ട് വെക്കണ വാതിൽ തുറക്കൂ വാനമേ കണ്ണോട്ടേ ഞാനോ ഈ പറത്തും കളിക കറത്തും കളിക അത് പാട്ടില്ല ബസ്സുകാരന് ഒരു ബസ് കിട്ടിയത് സൽസമ്മരമായി ചോറ് വാട്ടൊന്നും കുഴപ്പമില്ല കുറച്ച് ഞങ്ങളെ ഗോളുണ്ട് കുറച്ച് അപ്പൊ പ്ലേറ്റ് നമുക്ക് തന്നിട്ടില്ലല്ലോ മീൻ കഷ്ണൊക്കെ ഞങ്ങൾ ബിരിയാണി ഗൈസ് ബിരിയാണി ടീംസ് ബിരിയാണിന്റെ പുരയുണ്ട് പഞ്ചവർണ്ണ പൈകിളി പെണ്ണി എനിക്കൊരു ദൂത് പോകാമോ ആരാരും കാണാതെ ഒന്നവിടെ ചൊല്ലാമോ കുറിമാനം കാണാമോ എന്റെ ബിരിയാണി ഒരു ബിരിയാണി 5 ബിരിയാണി എന്താ ബിരിയാണിയും കൂടി പെണ്ണങ്ങൾ എപ്പോഴേക്ക് എല്ലാം കിട്ടിയോ കേട്ടോ രണ്ടെണ്ണല്ലേ അവിടെ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് ഓ നോ
അവിടെ അവിടെ ഉണ്ട് ഏതാ സ്റ്റൈല് കൂന്തൽ സ്റ്റൈല് ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട് ഞാൻ ലല്ല ചേച്ചിന്റെ അടുത്തത് എന്താ കിടന്നേ അങ്ങനെ ഫുഡൊക്കെ എല്ലാം ഞങ്ങൾ ടേബിളിലെത്തി. ബിരിയാണി ഉണ്ടായിരുന്നു, കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം, പിന്നെ അതിന് ശേഷം കേക്ക് ഉണ്ടായിരുന്നു ഡെസേർട്ടായിട്ട്. അപ്പോൾ നല്ല ഫുഡായിരുന്നു അവിടുത്തെ. പിന്നെ എൻ്റെ ആൻറ്റിയും അങ്കിളും ഒക്കെ സദ്യയാണ് വാങ്ങിച്ചത്. സദ്യയല്ല, ഫിഷ് മീൽസാണ് വാങ്ങിച്ചത്. അതും നല്ല രുചിയുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിഷ് കറിയൊക്കെ എടുത്തിട്ട് നെയ്മീനായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് ഇരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് ഫുഡ്. അപ്പം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ലേ, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അല്ല ഞാൻ നോക്കിയതല്ല അങ്ങനെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഡെസേർട്ട് കേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു, നല്ല രുചിയുള്ള കേക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ്, നമ്മളൊരു ഹാളും കൂടി ഉണ്ടായിരുന്നു അവിടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കേക്കെല്ലാം കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ സെലിബ്രേഷൻ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തൊരു ഫാമിലി ഗെറ്റ് ടുഗദറിന് കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.